ഇസ്ലാമിനെ വളരെയധികം വെള്ളപൂശുകയും ഇസ്ലാമിനെ വിമർശിക്കുന്നവരെയൊക്കെ അറഞ്ചം പുറഞ്ചം പറയുകയും ചെയ്ത ഒരാളാണ് നമ്മുടെ ബ്രഹ്മാനന്ദ തീർത്ഥ. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരു കാലത്ത് ഇസ്ലാമിനെ വാനോളം പൊക്കിക്കൊണ്ടുള്ള ചില ഉപദേശ വീഡിയോകൾ വന്നിരുന്നു. എന്നെയും അദ്ദേഹം ഉപദേശിച്ചിട്ടുണ്ട്. ഇസ്ലാമിനകത്ത് നിന്നിട്ട് ജനിച്ച മതത്തെ എന്തിനാണ് പറയുന്നത് എന്ന രൂപത്തിൽ. ഞാനും അദ്ദേഹവും പല തവണകളിൽ യൂട്യൂബ് വീഡിയോകളിൽ കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഇന്ന് മുസ്ലിങ്ങളുടെ കണ്ണിലെ കരടായി മാറിയത് എപ്പോൾ മുതലാണ് എന്നതാണ് ചോദ്യം. അദ്ദേഹത്തിന് ഇസ്ലാമുമായിട്ട് മുസ്ലിങ്ങളുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട്. അവരോടടുത്ത് നിന്നപ്പോഴാണ് ശരിക്കും അദ്ദേഹം ഇസ്ലാം എന്താണ് എന്ന് അറിഞ്ഞത്. കൂടെ കിടക്കുന്നവനല്ലേ രാപ്പനി അറിയൂ. ഇസ്ലാമിനെ കുറിച്ച് എന്താണെങ്കിലും താങ്കൾക്ക് ഇത്രയൊക്കെ അറിയാമല്ലോ, എന്നാൽ പിന്നെ താങ്കൾക്ക് ഇസ്ലാം സ്വീകരിച്ചുകൂടെ? ഒരുപാട് പണ്ഡിതന്മാർ യൂട്യൂബ് ചാനലിലൂടെ ഇദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന നിരവധി വീഡിയോകൾ നമ്മൾ കണ്ടതാണ്. ഇദ്ദേഹത്തെ സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള വീഡിയോകളും നമ്മൾ കണ്ടതാണ്. ഇദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുന്നു, എന്നിട്ട് ജാമിദൊക്കെ ഇദ്ദേഹത്തെ കണ്ട് പഠിക്കണമെന്ന് പറഞ്ഞ് തമ്പനയിലിട്ടിട്ട് വീഡിയോ ഇടുന്നു. മുസ്ലിമായി ജനിക്കാത്ത ഒരു കാഫിറായി ജനിച്ച കാവ്യവേഷധാരിയായിട്ടുള്ള ഒരു സ്വാമി ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞ് പല ആളുകളും വീഡിയോ ചെയ്ത് എനിക്കൊക്കെ ഇട്ട് തന്നിട്ടുള്ളതാണ്. പക്ഷേ സത്യം ഒരു നാൾ പുലരണമല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിന് യാഥാർത്ഥ്യം മനസ്സിലായി. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസറാണ്, വൈറസ് ആണ്. അത് പിടിച്ചാൽ അവരെയും കൊണ്ടേ പോകൂ. അവരുടെ ലക്ഷ്യം മതം മാറ്റുക എന്നതാണ്. അതിലെയും പ്രലോഭനത്തിലൂടെയാണെങ്കിലും ഭീഷണിയിലൂടെയാണെങ്കിലും, ഇനി അതല്ല മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ ആ മാർഗത്തിലൂടെ പണം കൊടുത്ത് വശീകരിക്കുക, പണം കൊടുത്ത് നിശബ്ദനാക്കുക, പ്രലോഭിപ്പിക്കുക, എന്തെങ്കിലും രൂപത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ദൂരീകരിച്ചു കൊടുത്തിട്ട് പതിയെ കൂടെ അങ്ങനെ ഒരുപാട് കലാപരിപാടികൾ ഇവർക്കുണ്ട് ഇസ്ലാം വളർത്താൻ. അപ്പോഴാണ് നമ്മുടെ സ്വാമിക്ക് ശരിക്കും മനസ്സിലായി ഇവരുടെ ലക്ഷ്യം ആത്യന്തികമായിട്ട് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടുക എന്നതാണ്. എന്തായിരുന്നാലും അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇസ്ലാം മതം സ്വീകരിക്കാം. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ സ്വാമി ഇസ്ലാമിലേക്ക് പോയി എന്ന് നോക്കിക്കോളൂ. സ്വാമിജിക്ക് മുസ്ലിങ്ങളുമായിട്ട് ഇത്രയധികം ചേർന്ന് നിന്നിട്ടും ഇസ്ലാമിനെ കുറിച്ച് ശരിക്കും പഠിച്ചിട്ടും എന്തുകൊണ്ടാണ് സ്വാമി ഇസ്ലാമിലേക്ക് വരാത്തത് ഇന്ന് എന്തുകൊണ്ട് വിമർശിക്കുന്നു? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ശരി, നമസ്കാരം. കുറച്ചു കാലം മുൻപ് വരെ എന്നോട് പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്. സ്വാമിജിക്ക് ഇസ്ലാം സ്വീകരിച്ചുകൂടെ? സ്വാമിജിക്ക് ഞങ്ങളുടെ ഒപ്പം വന്നുകൂടെ? സ്വാമിജിക്ക് പരിപൂർണമായിട്ടുള്ള ഹിദായത്ത് കിട്ടണ്ടേ? എന്നിത്യാദി ചോദ്യങ്ങൾ. അതിനപ്പോൾ ഞാൻ ചെറിയ തോതിലേക്ക് ഉത്തരവും കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത ഉത്തരങ്ങൾ അത്രയും കമ്പയർ ചെയ്ത് എൻ്റെ ഓർമ്മയിൽ വന്ന ഉത്തരങ്ങൾ മുഴുവൻ കമ്പയർ ചെയ്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. എന്തുകൊണ്ടാണ് സ്വാമിജി ഇസ്ലാം സ്വീകരിക്കാതിരുന്നത്? വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞതാണ്, സ്വാമി ഞങ്ങളൊപ്പം വരും. ഒരു 90 വയസ്സുള്ള അദ്ദേഹം മക്കയിലൊരു പ്രൊഫസർ കൂടിയാണ്, ഈ ഇസ്ലാമിക് കോളേജിൽ. അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്വാമിജി ഞാനായിരിക്കും സ്വാമിജിയെ കൈപിടിച്ച് മക്ക ഹറാമിലേക്ക് കയറ്റുന്നത് എന്നൊക്കെ അത്രയും വരെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ആലോചിച്ചു നിന്നു. ആലോചിക്കട്ടെ എന്നാണ് പറയുക. ഞാൻ തമിഴ്നാട്ടിൽ കാമരാജ് പറയുന്ന പോലെ പാക്കലാം എന്ന്. പ്രധാനമായിട്ടും അന്ന് കൊടുത്ത ഉത്തരങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ആരെങ്കിലും പോയി മതം സ്വീകരിച്ചാൽ, ഒരു ക്രിസ്ത്യാനിക്ക് ഹിന്ദു മതം സ്വീകരിച്ചാൽ, അതുപോലെ തന്നെ ഹിന്ദു ക്രിസ്ത്യൻ മതം സ്വീകരിച്ചാൽ, മതം സ്വീകരിച്ചു എന്നതിലുപരി അവർക്ക് യാതൊരു രൂപഭാവഭേദവും അതിന്റെ മാറ്റങ്ങൾ അവർ വരുത്തുന്നില്ല. വിവാഹം കഴിച്ചൊരു പെൺകുട്ടിയെ ഹിന്ദു വീട്ടിൽ കൊണ്ടുവന്നാൽ അവൾ പറയാണ്, ഞാൻ നിങ്ങളുടെ മതം സ്വീകരിക്കാൻ പോകുകയെന്ന് പറയുമ്പോൾ അമ്മമാർ വരെ പറയും, എന്തിനാ മോളെ, എല്ലാ മതവും ഒന്നല്ലേ, എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാറിക്കോ, അല്ലെങ്കിൽ വേണ്ട. അങ്ങനെ മാറുന്ന സംവിധാനം പോലും ഹിന്ദുക്കളിൽ ഇല്ല എന്നുള്ള വേറെ സത്യം.
അവർ പലപ്പോഴും ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഹിന്ദുക്കൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാലും അവരുടെ പേര് മാറ്റുന്നില്ല. അവർ ചിലപ്പോൾ പള്ളിയിൽ പോകുന്നു, അവരുടെ ബന്ധങ്ങളൊക്കെ അതുപോലെ കാത്തു സൂക്ഷിക്കുന്നു. ഇതേ സമയത്ത് ഇസ്ലാം മതം സ്വീകരിച്ച് അവിടെ ചെന്നാൽ പിന്നെ മുദ്രകളുടെ പ്രളയമാണ്. തട്ടമിടണം, നിസ്കരിക്കണം, ഒരുപാട് പാഠങ്ങൾ. ആണുങ്ങളാണെങ്കിൽ താടി വളർത്താൻ, മീശ വളർത്താൻ പാടില്ല, നെറ്റിയും ഒരു കറുപ്പ് പാട് അത്യന്താപേക്ഷിതമാണ്. ഇങ്ങനെ ഒരുപാട് മുദ്രകൾ സ്വീകരിക്കേണ്ടി വരികയാണ്. ആളുകളെ കാണുന്ന സമയത്ത് തന്നെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഹിന്ദുവിനെ കാണുമ്പോൾ നമസ്കാരം സ്വാമി പറയും. ഹിന്ദുക്കൾ അങ്ങോട്ടും പറയും എന്താ വർഗീസേട്ടാ സുഖല്ലേ എന്നൊക്കെ സാധാരണ പോലെ. ഇന്നിപ്പോൾ ഫാദർമാരെ കാണുമ്പോൾ, അച്ഛന്മാരെ കാണുമ്പോൾ പോലും ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ എന്ന് പുതിയ പിള്ളേരൊന്നും പറയുന്നില്ല. എന്താച്ചോ എവിടേക്കാണ് എന്നുള്ള രീതിയിൽ അവർ സാധാരണ പോലെ അവർ സംസാരിക്കുന്നു. തിരിച്ചെപ്പോഴും സ്തുതി ആയിരിക്കട്ടെ എന്നൊന്നും പറയുന്ന പ്രധാനമൊന്നും ഇല്ല. എന്നോട് പലരും, വളരെ അടുപ്പമുള്ള ആൾക്കാർ പലരും ചോദിച്ച ചോദ്യമാണ്, സ്വാമി എപ്പോഴാണ് മുസ്ലിം ആകുന്നത്? മറുപടി കൊടുത്തിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാനിപ്പോൾ നയവർക്കുകയാണ്. ഒരു ക്രിസ്ത്യാനിക്ക് ഒരു ഹിന്ദു ആയാൽ, ഒരു ഹിന്ദുവിന് ഒരു ക്രിസ്ത്യാനി ആയി കഴിഞ്ഞാൽ അവിടെ വലുതായിട്ടുള്ള ചിട്ടവട്ടങ്ങളൊന്നുമില്ല. അതിന്റെ പേരിൽ അങ്ങനെ ഹിന്ദു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായ രൂപഭാവ ഭേദങ്ങൾക്കൊന്നും യാതൊരു മാറ്റവും വരുത്തേണ്ടതില്ല. ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിക്ക് ഒരു ഹിന്ദു ഭവനത്തിൽ ചെന്നാൽ അവർക്ക് അവിടെ ക്രൈസ്തവീകത അതുമായിട്ട് ജീവിച്ചു പോകാം. അതുപോലെ ഒരു ഹിന്ദു പെൺകുട്ടി ഒരു ക്രിസ്ത്യൻ ഭവനത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അവളുടെ രൂപഭാവഭേദങ്ങൾക്കും യാതൊരു മാറ്റം വരുത്തേണ്ടതില്ല. ഇവിടെ സാധാരണഗതിയിൽ ഈ പെൺകുട്ടി തന്നെ പറയും, ഞാൻ ക്രിസ്ത്യൻ മതത്തിൽ ചേരാൻ പോവുകയാണ്. ഹിന്ദു ഭവനത്തിൽ വരുന്ന ക്രിസ്ത്യൻ പെൺകുട്ടി പറയും, ഞാൻ ഹിന്ദു ആകാൻ പോവുകയാണ്. അവർക്ക് അവരുടെ ഇഷ്ടം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആകാശിടിച്ച് വിടാൻ പോകുന്നില്ല എന്നർത്ഥം. ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിക്ക് ഒരു ഹിന്ദു ഭവനത്തിൽ ചെന്നാൽ അവർക്ക് അവിടെ ആ ക്രൈസ്തവികതയുമായിട്ട് സുഖമായിട്ട് ജീവിച്ചു പോകാം. അതുപോലെ തന്നെ തിരിച്ച് ഒരു ഹിന്ദു പെൺകുട്ടി ക്രിസ്ത്യൻ ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ, വിവാഹം കഴിച്ചു എന്നാൽ ഇതേപോലെ അവർക്ക് വലുതായിട്ടുള്ള കടുംപിടുത്തങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അതേസമയം മതത്തിൽ നിർബന്ധമില്ല, ബലാത്കാരമില്ല എന്ന് പറയുന്നെങ്കിൽ പോലും ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി അല്ലെങ്കിൽ ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ഹിന്ദു പെൺകുട്ടി ഇസ്ലാം സ്വീകരിച്ച് വിവാഹബന്ധത്തിലൂടെയോ മറ്റേതെങ്കിലും രീതിയിൽ ഒരു മുസ്ലിം വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ അവൾ LKG സ്റ്റുഡൻറ്, നഴ്സറി സ്റ്റുഡൻറ്റിന്റെ പോലെയായി മാറും. അതുവരെയുള്ള ജീവന പദ്ധതി, അവൾ 10-25 വർഷം അവൾ അനുസന്ധാനം ചെയ്തു വന്ന അവളുടെ ജീവന പദ്ധതി അത് പരിപൂർണ്ണമായിട്ട് അവൾ കീറി കളയേണ്ടി വരും. പിന്നെ അവിടെ LKG നഴ്സറി സ്കൂളിൽ നിന്ന് തുടങ്ങേണ്ടി വരും. ഒരു ഹിന്ദു പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചാൽ ഇസ്ലാമിന്റെ സകലമാന ചര്യകളും ആ പെൺകുട്ടി ഫോളോ ചെയ്യണം. ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ഇസ്ലാമിലേക്ക് വന്നാലും അങ്ങനെ തന്നെയാണ്. എന്നാലേ അവരെ മുസ്ലിമായിട്ട് അംഗീകരിക്കൂ. എന്നാൽ പോലും അവർ രണ്ടാം കിട പൗരകൾ മാത്രമാണ്. ഈ ലവ് ജിഹാദിൽ അകപ്പെട്ട് ഒരുപാട് പെൺകുട്ടികൾ ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ടഡ് ആയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം, വല്ലാതെ വൈറലായ ഒരു വിഷയം എടുത്താൽ, അഖില എന്ന് പറയുന്ന പെൺകുട്ടി ഹാദിയ എന്ന പേര് സ്വീകരിച്ചു, മതം മാറി. ഇസ്ലാമിനെ കുറിച്ച് SDPIയുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് റെഡിമെയ്ഡ് ഭർത്താവിനെ കിട്ടി, ഉമ്മയെ കിട്ടി, വാപ്പയെ കിട്ടി, സഹോദരങ്ങളെ കിട്ടി, അയൽക്കാരെ കിട്ടി, കുടുംബക്കാരെ കിട്ടി, സഹായികളെ കിട്ടി, അങ്ങനെ എല്ലാവരെയും കിട്ടിക്കഴിഞ്ഞപ്പോൾ ബയോളജിക്കലി ഇവളെ നൊന്തു പെറ്റു വളർത്തിയ അമ്മ കാഫിറായി മാറി, അച്ഛൻ കൊടും കാഫിറായി മാറി. അവരെ രണ്ടുപേരെയും ഇവള് കറിയിലിടുന്ന കറിവേപ്പില പോലെ എടുത്ത് പുറത്തിട്ടു. സ്വാമി പറയുന്നതുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. സ്വന്തം മാതാവ് 10-16ഓളം ഗുളികകൾ കഴിക്കുന്നു. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ അഖിലയുടെ മാതാവ് പൊന്നമ്മ ഒരു യൂട്യൂബ് ചാനലിന് കൊടുത്ത അഭിമുഖമാണ്. എന്റെ മകൾ എന്നെ കാണാനൊന്ന് വന്നാൽ പിന്നീട് ഒരു ഗുളികയുടെയും ആവശ്യം എനിക്കില്ല, ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വരും, പോട്ടെ. രോഗിയായപ്പോൾ കണ്ടില്ല. മരിച്ചു കിടന്നപ്പോൾ പോലും തനിക്ക് ജന്മം നൽകിയ ഗർഭപാത്രത്തിന്റെ ഉടമയാണ് ഈ മരിച്ചു കിടക്കുന്നത്. കണ്ണേ പൊന്നേ എന്ന് വളർത്തി വലുതാക്കിയ ആ അമ്മയെ കാണാൻ പോലും അവര് കാഫിറാണ് എന്ന കാരണത്താൽ ഈ പെണ്ണ് തയ്യാറായിട്ടില്ലെങ്കിൽ ഏത് രൂപത്തിലാണ് ഈ പെണ്ണ് ബ്രെയിൻ വാഷിങ്ങിന് വിധേയായിട്ടുള്ളത്? എന്നെ ഒരാൾ ബ്രെയിൻ വാഷ് ചെയ്താൽ അത് അവരുടെ കഴിവും മികവും മിടുക്കുമാണെന്ന് ഞാൻ വിചാരിക്കില്ല. മറിച്ച് ഇത് എന്റെ കഴിവുകേടാണ് എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. മതം മാറ്റത്തിനെയോ ഇന്റർകാസ്റ്റ് മാരേജിനെയോ ഒന്നും നമ്മൾ ആരും എതിർക്കുന്നില്ല. നമ്മളൊരു പുരോഗമനം രാജ്യത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകൾ എന്ന രൂപത്തിൽ പറഞ്ഞാൽ ഇന്റർകാസ്റ്റ് മാരേജുകൾ, ഡിവോഴ്സുകൾ ഒരു പുരോഗമന സമൂഹത്തിനുണ്ടാകണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട്
ഇത് ഇസ്ലാമിലേക്ക് കൺവേർട്ടഡ് ആയി കഴിഞ്ഞാൽ ചില മുദ്രകൾ ചാർത്തപ്പെടുന്നു. അതാണ് സ്വാമിയും പറയുന്നത്. നമ്മൾ ആര് പറഞ്ഞാലും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതാണെങ്കിൽ നമ്മളത് അംഗീകരിക്കും. ഒരു വ്യക്തിയെ നഖശിഖാന്തം എല്ലാ കാലത്തും എതിർക്കണം എന്ന അജണ്ടയൊന്നും എനിക്കില്ല. എൻ്റെ യോജിപ്പുകളും വിയോജിപ്പുകളും എപ്പോഴും വസ്തുതാപരമാണ്, വിഷയാധിഷ്ഠിതമാണ്. എനിക്ക് അതേ ഈ വിഷയത്തിലും പറയാനുള്ളൂ. ആ കുട്ടിയുടെ അങ്ങനെ ഒരു കൊച്ചുകുട്ടിയുടെ ഭാഗത്തിൽ എത്തിച്ചേരുകയാണ്. പിന്നെ പഠിപ്പിക്കലാണ്, ചട്ടം പഠിപ്പിക്കലാണ്. പെട്ടെന്ന് ഈ ഭൂലോകമാകെ ഇരുണ്ടു പോയ പോലെ തോന്നുകയാണ് അവർക്ക്. എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നിത്യാദി കാര്യങ്ങൾക്ക് ദൈനംദിന കാര്യങ്ങൾക്ക് ഒന്നിനും കഴിയാത്ത രീതിയിൽ അവൾ അവരുടെ മുമ്പിൽ ഒരു മണ്ടൂകമായി മാറുകയാണ് ചെയ്യുന്നത്. ആഹാരത്തിന്റെ കാര്യത്തിലാകട്ടെ, വസ്ത്രത്തിന്റെ കാര്യത്തിലാകട്ടെ, ആളുകൾ അഭിസംബോധന ചെയ്യുന്ന കാര്യത്തിലാകട്ടെ, എല്ലാം തന്നെ വലുതായിട്ടുള്ള മാറ്റങ്ങൾക്ക് അവൾ വിധേയപ്പെടേണ്ടി വരികയാണ്. ഇസ്ലാം സ്വീകരിച്ച് ചെല്ലുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി അവരെ പിന്നെ കളിമണ്ണ് ചവിട്ടി കുഴച്ച് വളച്ച് ഉരുട്ടി യന്ത്രത്തിൽ വെച്ച് ചതച്ച് അരച്ച് അവിടെ കുത്തി ഇവിടെ കുത്തി അവരുടെ ഇഷ്ടരൂപത്തിലാക്കി മാറ്റും. തീയിൽ വെച്ച് ചുട്ടെടുക്കും. കുതിരയുടെ രൂപത്തിലോ കഴുതയുടെ രൂപത്തിലോ പക്ഷിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ അത് വിഗ്രഹമാക്കി മാറ്റിയെടുക്കും. അങ്ങനെ ആക്കി തീർക്കുകയാണ് ഇവിടെ ഈ ഇസ്ലാമിലേക്ക് ചെല്ലുന്ന ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ. അതോ ഇസ്ലാം അഥവാ മുസ്ലിങ്ങൾ പുറത്ത് നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ അച്ചടക്കമുണ്ട്. അവിടെ മതകാര്യങ്ങളിൽ അവർക്ക് വലിയ രൂപത്തിൽ ഡിസിപ്ലിൻ ഉണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. എപ്പോഴും മതത്തിൻ്റെതായിട്ടുള്ള ഒരു നിരീക്ഷണവും അതിൻ്റെതായിട്ടുള്ള എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇസ്ലാമിനെ എതിർക്കുന്നത് എന്ന് മനസ്സിലായോ? ഈ മതത്തിനകത്ത് നിന്ന് ഈ മതത്തിലെ മാനവരാഹിത്യങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, സമൂഹ വിരോധങ്ങൾ, ജനാധിപത്യ വിരുദ്ധതകൾ, സ്ത്രീ വിരുദ്ധതകൾ, അന്യമത വിരോധങ്ങൾ, ഇതൊക്കെ എമ്പാടും പ്രാമാണികമായി പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടിട്ടാണ് ഇത് പോരാ എന്ന് തോന്നി ഇതിനെ ഉപേക്ഷിച്ചത്. എന്നിട്ടും ജീവിക്കാൻ വിടാതെ പിന്നാലെ നടന്ന ഈ മതം ഞാൻ ഉപേക്ഷിച്ചിട്ടും എന്നെ വിടാതെ പിന്നാലെ നടന്ന് ഉപദ്രവിച്ചപ്പോൾ ഇതിന്റെ മാനവരാഹിത്യങ്ങൾ എന്താണെന്നും എന്താണ് ഈ മതമെന്നും പറഞ്ഞ് സമൂഹത്തെ ബോധവൽക്കരണം നടത്തേണ്ടത് എൻ്റെ അനിവാര്യതയാണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ജീവൻ പോലും പണയപ്പെടുത്തി ഈ മതത്തിന്റെ മാനവരാഹിത്യങ്ങൾ തുറന്നു പറയാൻ നിർബന്ധിതയായത്. മുസ്ലിങ്ങളെ മാത്രമേ ഉള്ളൂ തോന്നും. അതേ സമയത്ത് ക്രൈസ്തവ മതം കുറെയൊക്കെ അഴഞ്ഞു പോയൊരു മതമാണ്. ഹിന്ദു മതമാണെങ്കിൽ അത് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ വ്യക്തിക്കും അവരവരുടെ കാഴ്ചപ്പാടിനും നിലപാടിനും അനുസരിച്ച് വിശ്വാസത്തിന്റെ കാര്യത്തിലോ നിലപാടുകളുടെ കാര്യത്തിലോ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന സാധനം പെട്ടെന്ന് തോന്നും. അഴിച്ചിട്ട കാളകളെ പോലെ ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ള പോലെ മേഞ്ഞു നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അത് മാത്രമാണ് ഹൈന്ദവ മതമെന്ന് ഹിന്ദുക്കൾ എന്ന് തോന്നും. അവരുടെ സം ടോട്ടൽ ആണുള്ളത്. എണ്ണം കൊണ്ട് അവിടെയുള്ളത് ഒരു സം ടോട്ടൽ, എണ്ണം കൊണ്ട് വണ്ണമുള്ള ഒരു കൂട്ടം ആളുകൾ. അതേസമയത്ത് ടോട്ടാലിറ്റി ഇല്ല, ഒരു സമഷ്ടി രൂപമില്ല, ഒരു ഏക അഗ്രതയില്ല എന്ന് തോന്നും. അങ്ങനെ ചിന്തിക്കുന്ന പക്ഷം പ്രധാനപ്പെട്ട 3 മതങ്ങളിൽ ഇസ്ലാം, ക്രൈസ്തവര്, ഹൈന്ദവര്, ഇത് ഏറ്റവും നല്ലത് ഇസ്ലാമാണെന്ന് അകലെ നിൽക്കുമ്പോൾ തോന്നും. ഒരു 10 വർഷം മുൻപ് വരെ, ഒരു 8 വർഷം മുൻപ് വരെ എൻ്റെ കാഴ്ചപ്പാടുകൾ പോലും ഇസ്ലാമിനെ കുറിച്ചുള്ള കാര്യത്തിൽ വളരെയധികം പരിമിതികൾ ഉൾക്കൊള്ളുന്നതായിരുന്നു. മതത്തിൽ നിർബന്ധമില്ല എന്ന കാര്യം വളരെ വലിയ ഉത്സാഹത്തോടുകൂടി ഉദ്ഘോഷിക്കുന്നത് കേട്ടിട്ടുണ്ട്. അവർ ഏകദൈവ വിശ്വാസം മുറുകെ പിടിക്കുന്നു. അതവരുടെ ശാസ്ത്രം, മതത്തിന്റെ ശാസ്ത്രമാണ്, അത് മുറുകെ പിടിക്കുന്നു. അങ്ങനെ പലപ്പോഴും കാര്യങ്ങളെ കാര്യങ്ങളായിട്ട് കാണുമ്പോൾ പുറംമൂടിയിൽ വളരെ മനോഹരമാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്ന്, പലതരം വിശ്വാസങ്ങളും പലതരം ദൈവങ്ങളും പലതരം ജാതികളും ഹിന്ദു മതത്തിലും ഉള്ളതുപോലെ ഇസ്ലാമിൽ ഇല്ല എന്നും തോന്നും. അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. സിസ്റ്റം പോലെ, മേൽജാതി കീഴ്ജാതി സിസ്റ്റം പോലെ അവർ തമ്മിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസങ്ങളും അവർ തമ്മിലില്ല എന്ന അവസ്ഥ, ഈ ജാതികൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അങ്ങനെ ഒരു അവസ്ഥ ഇസ്ലാമിലില്ല എന്നാണ് ആദ്യ കാലഘട്ടത്തിൽ ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ഈ സീസൺ അല്ലാത്ത സമയത്ത് വാങ്ങുന്ന മാമ്പഴം പോലെ ആണ് ഇസ്ലാം എന്ന് കാലങ്ങളെ കൊണ്ട് ഞാൻ മനസ്സിലാക്കി. പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല നിറം, സ്വർണ്ണ നിറം, പക്ഷെ അത് കത്തിയെടുത്ത് മുറിക്കുന്ന സമയത്ത് തിന്നാൻ കൊള്ളാത്തതാണ്, ഭയങ്കര പുളിയാണ്, എങ്ങനെയുണ്ട്, കൃത്രിമമായിട്ട് പഠിപ്പിച്ചതാണ്. മാത്രമല്ല ഉള്ളു ചിലപ്പോൾ ചീഞ്ഞിട്ടുണ്ടാകും, പുഴു വെച്ചിട്ടുണ്ടാകും. ഇസ്ലാമിനെ കുറിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടുതൽ അറിയാൻ കഴിഞ്ഞപ്പോൾ അതും സീസൺ അല്ലാത്ത സമയത്ത് തല്ലിപ്പഴിപ്പിച്ചിട്ടുള്ള മാങ്ങയാണ് മാമ്പഴത്തിന്റെ രൂപത്തിലാക്കി മാറ്റിയതാണ്, കൃത്രിമമായിട്ട് പഠിപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഹിന്ദുമതത്തിൽ ജാതി വ്യത്യാസങ്ങൾ ഒരു കാറ്റ് പോലെയാണെങ്കിൽ ഇസ്ലാമിലെ ഈ വ്യത്യാസങ്ങൾ കൊടുങ്കാറ്റ് പോലെയാണെന്ന് ഞാൻ മനസ്സിലാക്കി.
ഇസ്ലാമിലെ ജാതി വ്യത്യാസങ്ങൾ ഒരു കൂടിന്റെ ഉള്ളില് കയറിക്കൂടിയ പാമ്പും പെരിച്ചാഴിയും കീരിയും മയിലും ചെന്നായിയും കുറുനരി എല്ലാം കൂടി കടിപിടി കൂടുന്ന ഒരവസ്ഥയാണ് കണ്ടത്. ഇസ്ലാമിനകത്ത് പ്രത്യേകിച്ചും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനകത്ത് ഈ കടിപിടി ഒരു കാലഘട്ടത്തിൽ ആരും പുറത്തറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ശക്തമായതോടുകൂടി ആ സമൂഹത്തിനകത്ത് ഈ നാറിയ കഥകൾ, അതിനകത്തുള്ള മാറ്റങ്ങൾ, ദുർഗന്ധങ്ങൾ അത് പുറത്തേക്ക് വമിക്കാൻ തുടങ്ങി. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്താൽ അതിനകത്ത് മുസ്ലിം ഗ്രൂപ്പുകൾ തമ്മിൽ കടുത്ത വാക്കുകളിലൂടെ അപമാനിക്കുന്നത്, അധിക്ഷേപിക്കുന്നത്, അതൊരു കലയായിട്ട് കൊണ്ടു നടക്കുന്നവരുടെ എണ്ണിയാലൊടുങ്ങാത്ത സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും. ഇത് തന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. പുറത്തു നിന്ന് നോക്കിയാൽ അതിവിശാലമായ ഷോറൂം, അകത്ത് കയറി നോക്കുമ്പോഴാണ് ഇത് ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരു പൊട്ടക്കിണറാണ് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ കുഴിക്കകത്ത് പെട്ടുപോയിട്ട് കയറി വരാൻ പറ്റാത്തവരും, കയറി വരാൻ കഠിനമായി പരിശ്രമിക്കുന്നവരും, കയറി വന്നവരും പഠന വിധേയമാക്കണം ഈ സമൂഹം. അപ്പോഴാണ് നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ, വസ്തുതകളുണ്ടോ, യാഥാർത്ഥ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ജനിച്ചു വളർന്ന മതമല്ലേ ഇസ്ലാം. എൻ്റെ മതത്തെക്കുറിച്ച്, അതിലെ മാനവരാഹിത്യങ്ങളെക്കുറിച്ച് വിശദമായി ഒരു കാലത്ത് തുറന്നു പറഞ്ഞപ്പോൾ എന്നെ നഖശിഖാന്തം എതിർക്കുകയും വിമർശിക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് ഇന്ന് വന്ന് നിങ്ങൾ അന്ന് പറഞ്ഞതാണ് ശരി. പുറത്തു നിന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് ജാതീയതയില്ല. സീസൺ അല്ലാത്ത വലിയ രൂപത്തിലുള്ള പഴുത്ത പാകമായ മാമ്പഴം പോലെ തോന്നും. അത് അരിഞ്ഞു നോക്കുമ്പോഴാണ് അതിനകത്തെ പുഴു, കുത്തിവെച്ചു പഴിപ്പിച്ചതിൻ്റെ എല്ലാ വൈകല്യങ്ങളും ആ മാമ്പഴത്തിലുണ്ട് എന്ന് മനസ്സിലാകുന്നത്. ഇതല്ലേ കൊല്ലങ്ങളായിട്ട് നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാമിജി നന്ദി, നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും സത്യം മനസ്സിലായല്ലോ. സത്യം മനസ്സിലായതിലല്ല എൻ്റെ സന്തോഷം, ആ മനസ്സിലായ സത്യം വിളിച്ചു പറയാൻ താങ്കൾക്ക് ഉള്ളിലൊരു ത്വരയുണ്ടായല്ലോ. നന്ദി.